നിങ്ങൾ പ്രേതാനുഭവങ്ങൾ തേടി പോകുന്ന ആൾക്കാരാണോ? പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിൽ ഉടൻ തന്നെ ജപ്പാനിലേക്ക് ഫ്ലൈറ്റ് കയറാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ. ജപ്പാനിലെ കിയോട്ടാക്കി തുരങ്കം തേടി പാരാനോർമൽ അനുഭവങ്ങൾ അന്വേഷിക്കുന്നവർ ഇപ്പോൾ സ്ഥിരമായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഥകളിലും അനുഭവങ്ങളിലുമൊക്കെ ആയിട്ട് ഇപ്പോൾ ലോകം എങ്ങും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ തുരങ്കം. പാരാനോർമൽ ആക്ടിവിറ്റീസ് അന്വേഷിക്കുന്നവർക്ക് തീർത്തും ഭീതി സമ്മാനിക്കുന്ന ഒരു പാതയാണ് ഇപ്പോൾ കിയോട്ടാക്കി തുരങ്കം. കിയോട്ടാക്കി ടണലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായി ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ജപ്പാനിലെ വടക്കൻ ഹിരോഷിമ പ്രദേശത്തെ സഗാക്കിയോട്ടാക്കി പട്ടണവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ തുരങ്കം. 1927-28 കാലഘട്ടങ്ങളിലായിരുന്നു ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അറ്റകൊയാമ റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആദ്യം ഈ തുരങ്കം നിർമ്മിക്കുന്നതെങ്കിലും പിന്നീട് അത് റോഡിനായി വിട്ടു നൽകുകയായിരുന്നു. ഏകദേശം തുരങ്കത്തിന്റെ നീളം 500 മീറ്ററോളം വരും. 1940 വരെ വളരെ നീറ്റായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ സജീവമായിട്ടായിരുന്നു തുരങ്കം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 1940 ശേഷം വളരെ പെട്ടെന്ന് തന്നെ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വന്നു. തുരങ്കത്തിൽ കയറുന്ന പലർക്കും ശ്വാസം മുട്ടലും ഛർദിയും തലവേദനയും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. ആരംഭത്തിൽ അധികൃതർ കരുതിയത് ഇത് ഓക്സിജന്റെ കുറവ് മൂലമായിരിക്കും, അതിനാൽ ഇത് മാറിക്കോളും എന്നായിരുന്നു. എന്നാൽ പതിയെ പതിയെ തുരങ്കത്തിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറി. അതോടുകൂടെ ഒട്ടേറെ പേർ മരിച്ചു വീഴാൻ തുടങ്ങി. ചുറ്റിലും വനപ്രദേശമായതിനാൽ ഒട്ടേറെ ആത്മഹത്യകളും തുരങ്കത്തിന്റെ പരിസരത്ത് നടന്നിട്ടുണ്ട്. വാഹനങ്ങൾക്ക് മുൻപിലേക്ക് ചാടി പലരും ആത്മഹത്യ ചെയ്തു. തുരങ്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ട്രാഫിക് ലൈറ്റുകൾ മാറുന്നതും തുടർക്കഥയായി കൊണ്ടേയിരുന്നു. അതിവേഗത്തിലെത്തുന്ന വാഹനങ്ങൾ പെട്ടെന്ന് സിഗ്നൽ മാറ്റം കണ്ട് ബ്രേക്ക് ഇടുകയോ അല്ലെങ്കിൽ വണ്ടി വെട്ടിക്കുകയോ ചെയ്യുന്നതോടെ അപകടം പതിവായി. അതിനിടെ പലരും തുരങ്കത്തിനകത്ത് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയെ കാണാൻ തുടങ്ങി. രാത്രിയിൽ തുരങ്കം വഴി പോയാൽ ആരൊക്കെയോ കരയുന്നതും നിലവിളിക്കുന്നതും ഒക്കെ കേൾക്കാമത്രേ. അങ്ങനെയാണ് തുരങ്കത്തിന്റെ ചരിത്രം ചിലർ അന്വേഷിച്ചു പോയത്. വളരെ വേദനാജനകമായ ചില കഥകളാണ് അവർ കേൾക്കാനിടയായത്. ജോലിക്ക് കൂലി പോലും നൽകാതെ അടിമകളെ പോലെ ഒട്ടേറെ പേരെ കൊണ്ട് പണിയെടുപ്പിച്ച് നിർമ്മിച്ചതാണ് കിയോട്ടാക്കി തുരങ്കം. അക്കാലത്ത് റെയിൽവേ ടണലുകൾ നിർമ്മിക്കുന്നത് ഏറെ അപകടം പിടിച്ച പണിയായിരുന്നു. ഒട്ടേറെ പേരാണ് നിർമ്മാണത്തിനിടെ മറ്റും മരിച്ചു വീണത്. ടണൽ നിർമ്മിക്കുമ്പോൾ പാറയും മറ്റും ഇടിഞ്ഞു വീണ് അതിനകത്ത് പെട്ട് പലരും മരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ആത്മാക്കൾ തുരങ്കത്തിൽ ഇന്നും കഴിയുന്നുണ്ടെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. കാറിന്റെ ബോണറ്റിൽ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസാധാരണമായ കൈപ്പത്തി അടയാളങ്ങൾ പതിഞ്ഞതായി പലരും പറയുകയുണ്ടായി. ചില നേരങ്ങളിൽ പ്രേതങ്ങൾ വാഹനങ്ങൾക്കൊപ്പം ഓടുന്നത് പോലെയും പലർക്കും തോന്നി തുടങ്ങി. ഭയത്തിൽ തുരങ്കത്തിലൂടെ വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് ആരോ മുന്നിലേക്ക് ചാടുന്നത് പോലെ തോന്നും. കാർ വെട്ടിക്കുന്നതോടെ അപകടത്തിൽപ്പെടുകയും ചെയ്യും. ഇത്തരം സംഭവങ്ങളും തുരങ്കത്തിൽ സാധാരണമായി മാറി. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഉടൻ തന്നെ കമന്റ് ബോക്സിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ദുരൂഹമായ ഇത്തരം സംഭവങ്ങൾ ഇവിടെ കൂടിയതോടെ പാരാനോർമൽ ആക്ടിവിറ്റികൾ അന്വേഷിക്കുന്നവരുടെ പ്രധാന ഡെസ്റ്റിനേഷനായി ഇവിടെ മാറിക്കഴിഞ്ഞു. റെയിൽവേയുടെ ഭാഗമായിരുന്ന തുരങ്കം പിന്നീട് ജപ്പാനീസ് റോഡ് അധികൃതർ ഏറ്റെടുക്കുകയും അറ്റാഗോ ജിൻജ എന്ന പ്രശസ്ത ആരാധനാ കേന്ദ്രത്തിലേക്കുള്ള പാതയാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും രാത്രിയിൽ കിയോട്ടാക്കി തുരങ്കത്തിലൂടെ പോകാൻ അധികൃതർ പാതി മനസ്സോടെയാണ് സമ്മതം നൽകാറുള്ളത്.